ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. നെല്ലിക്ക സ്ക്വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 18 നെല്ലിക്ക, 3 കപ്പ് പഞ്ചസാര, 3 കപ്പ് വെള്ളം, 2 ചെറുനാരങ്ങ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു സ്ക്വാഷ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നെല്ലിക്ക എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്ത നെല്ലിക്കയിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നെല്ലിക്ക നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് 2 കപ്പ് വെള്ളം ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ് പഞ്ചസാര കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത മിശ്രിതം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വെള്ളം തിളയ്ക്കാനായിട്ട് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പഞ്ചസാര ലായനി ആയിട്ടുണ്ട്. ഈ തിളച്ചു വരുന്ന പഞ്ചസാര ലായനിയിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ജ്യൂസ് മാത്രമായിട്ടല്ല നമ്മൾ ഈ പഞ്ചസാര ലായനിയിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്ത നെല്ലിക്ക നമ്മൾ അതുപോലെ പഞ്ചസാര ലായനിയിലേക്ക് ചേർക്കുകയാണ്. നെല്ലിക്ക ഇതിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും. അപ്പം നമ്മൾ എപ്പോഴും കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിന്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ പത വരാൻ തുടങ്ങും. ഈ പത നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒക്കെ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ലായനി കുറച്ച് തിക്കാവാൻ തുടങ്ങും. വീണ്ടും ഈ ഒരു ലായനി കുറച്ചുകൂടെ നന്നായിട്ട് പതഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോൾ അത് അത്യാവശ്യം തിക്കൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ആ പതയെല്ലാം ഒന്ന് അടങ്ങും. അത്യാവശ്യം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ലെമണിന്റെ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. വീണ്ടും നന്നായിട്ട് തിളപ്പിച്ച് ഇപ്പൊ ഇത് നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന്റെ ചുറ്റിലും വീണ്ടും പത വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് വീണ്ടും റിമൂവ് ചെയ്ത് കളയാം. ചൂടാറിയ ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ നെല്ലിക്കയുടെ സ്ക്വാഷും മറ്റേ പാത്രത്തിലുള്ളത് നമ്മൾ അരിച്ചെടുത്ത നെല്ലിക്കയാണുള്ളത്. ഈ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്ക് ഒരു ജാം ആയിട്ട് യൂസ് ചെയ്യാം. ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ കൂട്ടിയിട്ട് ജാം ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക സ്ക്വാഷ് റെഡിയായി. കഴുകി ഉണക്കി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് ഈ സ്ക്വാഷ് ഒഴിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇനി നമുക്ക് നെല്ലിക്ക സ്ക്വാഷ് ഉപയോഗിച്ചിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം നമ്മുടെ നെല്ലിക്കയുടെ സ്ക്വാഷ് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ക്വാഷിന്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.